വെൽക്കം ടു ടേസ്റ്റി ട്രെയിൽസ്. ഇന്നലത്തെ അവിയൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, ഫസ്റ്റ് വീഡിയോ അല്ലേ, അതൊക്കെ ഒന്ന് മன்னிച്ചിരിക്കണം. അപ്പോൾ ഇന്ന് അവിയലായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, ഒരു കൂന്തൽ തോരനായിട്ടാണ്. കൂന്തലെന്ന് പറയുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ കണവ എന്നാണ് പറയാറ്. വേറെ സ്ഥലങ്ങളൊക്കെ കൂന്തലെന്നും വേറെ എന്തൊക്കെ പേരുകൾ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ കണവ എന്നാണ് പറയാറ്. അപ്പോൾ കണവ വെച്ചൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചെറിയുള്ളി വേണം, സവാള വേണം, വറ്റൽമുളക് വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, ഒരു ടൊമാറ്റോയുടെ പകുതി വേണം. ഇതെല്ലാമാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ ഏതിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിലുണ്ടാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മൺചട്ടി വയ്ക്കാം. അപ്പോൾ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വന്നപ്പം കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ആ ഒരു ചതച്ച മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും, ആ ഒരു പച്ചച്ചൊവ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിൽ പച്ചമുളകും കുറച്ച് വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ആ ഒരു ബ്രൗൺ കളർ പോലെ ആവുന്നു. ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ടെമ്പിളിലെ ഉത്സവമാണ്, അപ്പോൾ അവിടെ കൊടിയേറുന്നവരാണ്, അതിൻ്റെയൊക്കെ ഒരു മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഇതാ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ്, അത് ഒന്ന് വെന്ത് വരാൻ പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഉപ്പ് അതൊന്ന് ഇളക്കി വന്നതിന് ശേഷം പച്ചമുളകും ഒരു മുളകും കൂടി ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകും ഒരു വലിയ മുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് പോരാ, കുറച്ച് നല്ല ബ്രൗണിഷ് കളറായിട്ട് വരണം, എങ്കിൽ ആ കണവ കൂന്തൽ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത്, ആ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കണവ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൂന്തൽ. അതിന് മുന്നേ നമ്മളൊരു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പകുതി ടൊമാറ്റോ, പകുതി മതി കേട്ടോ, കൂടുതൽ വേണ്ട. കാരണം അതിൽ കൂടുതൽ പുളി ആകുമ്പോഴത്തേക്കും കണവയുടെ ടേസ്റ്റ് അങ്ങ് മാറും, ആ തോരൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ ആവശ്യത്തിന് മാത്രം പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പകുതിയും കൂടി ഇട്ട് ഒന്ന് ഇതായതിനു ശേഷം കണ്ട ഒരു കളർ വന്നിട്ടുണ്ട്, ഒരു കളർ ചേഞ്ച് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കൂന്തലിട്ട് കൊടുക്കാം. കൂന്തലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ നേരത്തെ ഉള്ളി വാടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കണവയും കൂടി ഇട്ടത് കൊണ്ട് കുറച്ചുകൂടി ഒരു പിഞ്ച് സോൾട്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിൽ ആവശ്യത്തിന് മാത്രം, ഇത് വെന്ത് വരാൻ വേണ്ടിയുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ട്. കാരണം നമ്മൾ സവാളയും ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം അതിനുള്ള വെള്ളമുണ്ട്. അതിൽ വെള്ളത്തിനൊന്നും വെന്തിട്ടില്ല എങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ഇത് നമ്മൾ ചൂടുവെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അതിലുള്ള വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ തന്നെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഇളക്കി വന്നതിന് ശേഷം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിനൊരു കൂട്ട് വേണമല്ലോ. നമ്മൾ കണവത്തോരൻ തമ്മിൽ ഒരു കൂട്ട് വേണം. തേങ്ങ വേണം, 1 മുറി തേങ്ങയാണ്. നമ്മൾ 1/2 കിലോ കണവേണ് എടുത്തിട്ടുള്ളൂ. 1 മുറി തേങ്ങയിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വറുത്ത മല്ലി മുളകുമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പച്ച മുളക് പൊടിയല്ല, വറുത്തിട്ടുള്ള മല്ലി മുളകുമാണ്. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും
ഒരു അര സ്പൂണ് മല്ലിപ്പൊടി എന്ന കണക്കിനാണ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് വലിയ ജീരകം പൊടിച്ചത്, വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരുംജീരകം പൊടിച്ച പൊടി ഒരു 1.5 സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് വേണം, ആവശ്യമുള്ളവർക്ക് മാത്രം കുരുമുളക് ഇടാം, പക്ഷേ ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. ഇതെല്ലാം വെച്ച് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യേണ്ട, കാരണം മിക്സിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ചതഞ്ഞു പോവും. അത് വേണ്ട, കയ്യിൽ ഇട്ട് നന്നായിട്ട് നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം, അതാണ് ടേസ്റ്റ്. അതിൽ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം കണ്ടോ ആ ഒരു കളറുണ്ടോ, വറുത്ത മല്ലിമുളക് ഇടുമ്പോഴത്തേക്കും ഒരു കളർ കിട്ടും. പച്ച ഇടുമ്പോഴത്തേക്കും ഒരുപാട് എരിയും നമുക്ക് തോന്നിക്കും, വറുത്തിടുമ്പോഴത്തേക്കും പാകത്തിന് ആയിട്ടുള്ള എരിവേ ഉണ്ടാവും. അപ്പോൾ കൈവച്ചൊക്കെ നന്നായിട്ട് തിരുമ്മി അത് നന്നായിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്കിനി അത് കണവയിലോട്ട് കണവ കണ്ടോ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നടുക്കൊരു ചെറിയൊരു കുഴിവുണ്ടാക്കിയിട്ട് ഈ കൂട്ട് നമുക്കതിലോട്ട് ഇടിച്ചു കൊടുക്കാം. എല്ലാം അങ്ങ് തട്ടി ഒന്ന് ഒതുക്കി സെറ്റാക്കി എടുക്കാം. എല്ലാം കൂടി ഒന്ന് ഒതുക്കി ഇതിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. എല്ലാം ഒതുക്കി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ അതെല്ലാം യോജിച്ച് കണ്ട നന്നായിട്ട്. എന്താ ഒരു മണം, ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കൊതി ഉണ്ടോയെന്നല്ല എനിക്കറിയില്ല. പക്ഷെ നന്നായിട്ട് ഇവിടെ വായിന്ന് വെള്ളം ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കുകയാണ്. മോനാണ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി. എന്താ ഒരു മണം. അപ്പോൾ കണവ എല്ലാം ഏകദേശം അങ്ങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ട, വാവ്. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ തോരൻ. എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.